ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ ആണ്, ഒരു സ്മൂത്തി പ്രിപ്പറേഷൻ. ഇതിൽ രണ്ട് തരത്തിലുള്ള സ്മൂത്തിയാണ്. ഒന്നും ബൾക്കിംഗ് സമയത്ത് കുടിക്കേണ്ട സ്മൂത്തിയും, അതേപോലെ കട്ടിംഗ് സമയത്ത് കുടിക്കേണ്ട സ്മൂത്തിയും. കട്ടിംഗ് സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കുടിക്കേണ്ട സ്മൂത്തി. പക്ഷെ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും പല ആൾക്കാർക്ക് സംശയമാണ്, എന്തിനാണ് ഈ ഷേക്കൊക്കെ കുടിക്കുന്നത്? ആഹാരം കഴിക്കണ്ടേ? ആഹാരം കഴിച്ചാൽ മാത്രമേ ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. ഈ ഷേക്കൊക്കെ കുടിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല. മാത്രമല്ല, ഇതൊക്കെ കുടിച്ചാൽ വയറ് നിറയുമോ? ഈ ഷേക്കും ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്, ഇതും ഒരു ആഹാരം തന്നെയാണ്. ഒരു ഷേക്ക് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്? അതായത് നമുക്കിപ്പോൾ ഒരു തിരക്ക് പിടിച്ച സമയം, നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണം, ഇരുന്ന് കഴിക്കാൻ സമയമില്ല, ഒരു 10-20 മിനിറ്റ് ഒന്നും ഇരുന്ന് കഴിക്കാൻ സമയമില്ല. അപ്പൊ നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കി 1 മിനിറ്റ് കൊണ്ട് ടപ്പേന്ന് പറഞ്ഞ് കുടിച്ചിട്ട് അങ്ങ് പോകും. അതേപോലെ ഇപ്പൊ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, അപ്പോൾ ഒരു ഷേക്ക് കുടിച്ചിട്ട് പോവുക. എന്നെ അറിയാവുന്ന പല ആൾക്കാരും എനിക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട് ഈ ഷേക്കിന്റെ പ്രിപ്പറേഷൻ്റെ ഒക്കെ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ ഷേക്ക് പ്രിപ്പറേഷന്റെ വീഡിയോസ് ഉണ്ട്. 1000 കാലറി പ്രോട്ടീൻ ഷേക്ക്, 1500 കാലറി പ്രോട്ടീൻ ഷേക്ക്. അപ്പൊ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, ഇതേപോലെ ഞങ്ങൾ കുടിച്ചാൽ മാറ്റം വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യൂ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന്റെ ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഷേക്കിന്റെ വീഡിയോസോ അതേ കണക്കിന് കോപ്പി ചെയ്യരുത്. കാരണം അവർക്ക് ഒരു ദിവസം ഹ്യൂജ് കാലറി ഇൻടേക്ക് ആണ് വേണ്ടത്. 5000-6000 കാലറി ഇൻടേക്ക് ആണ് അവർക്ക് ഡെയിലി വേണ്ടത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളത് കോപ്പി ചെയ്യരുത്. അപ്പൊ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മാസ് ഗെയിനർ ഷേക്ക് ആണ്. ഇപ്പം വെയിറ്റ് കൂട്ടേണ്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ ബൾക്ക് ചെയ്യേണ്ട സമയത്തും ചൂസ് ചെയ്യേണ്ട ഒരു ഷേക്കാണിത്. ഇത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താണ് ഞാൻ ഇന്നത്തെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഷേക്കിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഞാൻ ഓട്സ് തട്ടിയിടുകയാണ്. ഈ ഓട്സ് മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയി, കാരണം ഈ ഓട്സ് എനിക്ക് ഓട്സിന്റെ തരിതരി ഓട്സിൽ, അതായത് സ്മൂത്തിയിൽ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓട്സ് തട്ടിയിടുകയാണ്. ആദ്യമായി നമുക്ക് ഓട്സ് മൊത്തത്തിൽ അങ്ങ് തട്ടിയിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്ന ബനാന തട്ടിയിടാം. പിന്നെ പീനട്ട് ബട്ടർ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ആണ്. ഏകദേശം ഒരു 15 ഗ്രാമോളം പീനട്ട് ബട്ടർ ഉണ്ട്. കാരണം അത്രയും കുറച്ചെടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ 100 ഗ്രാം ഓട്സ് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അത്യാവശ്യം ഫാറ്റ് എനിക്ക് അതിനകത്ത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച്, നിങ്ങൾ എത്ര ഗ്രാം ഓട്സ്, നിങ്ങൾ എത്ര ഗ്രാം കാർബ് ഇൻടേക്ക് ചെയ്യുന്നു, അതനുസരിച്ച് വേണം നിങ്ങൾ ഗുഡ് ഫാറ്റ് കൺസ്യൂം ചെയ്യാൻ. അപ്പം അതെടുത്തു. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് വേ പ്രോട്ടീൻ ആണ്. ഇപ്പം വേ പ്രോട്ടീൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് യൂസ് ചെയ്യാം. ഒരു 4-5 എഗ് വൈറ്റ് യൂസ് ചെയ്യാം, വേ പ്രോട്ടീൻ ഇല്ലാത്തവരാണെങ്കിൽ. വേ പ്രോട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും 2-3 സ്കൂപ്പ് വേ പ്രോട്ടീൻ ഇട്ട് നിങ്ങളുടെ വേ പ്രോട്ടീൻ വെറുതെ വേസ്റ്റ് ആക്കരുത്. അപ്പം നിങ്ങൾ ഒരു സ്കൂപ്പ് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ആണ് ഇട്ടേക്കുന്നത്. ഏകദേശം ഒരു 25 ഗ്രാംസ് പ്രോട്ടീൻ ആണ് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ വരുന്നത്. ഇനി ആഡ് ചെയ്യാൻ പോകുന്ന, പാലെടുത്തില്ല, പാലാണ് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സെമി സ്കിംഡ് മിൽക്കാണ്. ഇപ്പൊ പാൽ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യാം. എനിക്ക് പാൽ ഇഷ്ടമാണ് എൻ്റെ ഷേക്കിനകത്ത് കുടിക്കാനായിട്ട്. അപ്പം ഞാൻ പാല് ഉപയോഗിച്ചു. 1 ഗ്ലാസ് പാല് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്യണം, നല്ലോണം മിക്സ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തു. ഇപ്പം എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിനി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഷേക്കറിലേക്ക് മാറ്റാം.
നല്ല തിക്കായിട്ടുണ്ട്. ഇത് ധാരാളം ഉണ്ട്, കാരണം 100 ഗ്രാം ഓട്സ് എടുത്തുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ 80 എടുക്കാം, 60 എടുക്കാം. ഓരോരുത്തരുടെ മെയിൻ്റെനൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മെയിൻ്റെനൻസ് കാലറി അനുസരിച്ചാണ്. ഓക്കെ, നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ചിൽഡ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ബൾക്കിംഗ്, അതായത് നമുക്ക് വെയിറ്റ് ഗെയിനിങ് ഷേക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മെഷർമെന്റ് ഒക്കെ ഒന്ന് കുറച്ചാൽ മതി. ഇപ്പം ഞാനിപ്പോൾ 100 ഗ്രാം എടുത്തെങ്കിൽ ഇപ്പൊ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം. ഇപ്പൊ 60, 50, 40 അത് അവരുടെ ഇഷ്ടം. പിന്നെ പാല് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ വെള്ളം ചേർക്കുക. ഇപ്പം പാല് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫാറ്റ് മിൽക്ക് കിട്ടും, അപ്പൊ അത് യൂസ് ചെയ്യാം. പിന്നെ പീനട്ട് ബട്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെഷർമെന്റിൽ എടുക്കുക. പീനട്ട് ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നട്ട്സ് യൂസ് ചെയ്യരുത്, നട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പീനട്ട് ബട്ടർ യൂസ് ചെയ്യരുത്. കാരണം രണ്ടും കൂടെ ചേർക്കരുത്, രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഹൈ കാലറി ആവും. പിന്നെ ബനാന യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറീസിലെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാലറീസ് ആണ്. ഇപ്പൊ ബ്ലൂബെറീസ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൂബെറീസ് ആണ്. അപ്പം ഞാനിപ്പോ ഇന്ന് ബൾക്കിംഗ് ഷേക്ക് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബനാന യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ബ്ലൂബെറി ആണ് യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ഷേക്കും അതേപോലെ ബൾക്കിംഗ് ഷേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പം